നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. എന്ത് പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ലൈവിൽ കിക്കിന്റെ ലൈവിൽ വിളിച്ചതിനെ അപമാനിച്ചു. ഇയാളെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ വെറും നാറിയാണെങ്കിൽ അറിയാം. എന്ത് പണ്ടാറോണവൻ. എനിക്കാണെങ്കിൽ ആകെ പൊളിഞ്ഞിട്ട് പിന്നെ എന്റെ ആവശ്യമായി പോയി. കേറി 40 കേസാണ് നീ എന്നെ വിളിച്ചത്, എന്നെ കയറ്റിയത്. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? ഞാൻ എന്റെ പുറകെ നടന്നിട്ടൊന്നുമില്ല എന്നെ കേട്ടാൻ. എന്ത് വൃത്തികെട്ടന്മാരാണ് ഇവിടെ. റിവ്യൂ ഏറ്റവും എസ്റ്റാബ്ലിഷ് റിവ്യൂർ ഞാനാണ്. അവൻ എന്നെ അവോയ്ഡ് ചെയ്യാണ്. പെരേരയ്ക്ക് 5000 കൊടുത്തപ്പോൾ നീ എനിക്ക് അന്ന് 2000 രൂപ. നിങ്ങളുടെ നച്ചാപ്പിക്ക കാശും തന്ന് നക്കാപ്പിച്ചാണോ ഉദ്ദേശിച്ചേ? ഓ ദാറ്റ്സ് ഇറ്റ്. നക്കാപ്പിച്ച. അതും തന്നെ എന്നെ ഒതുക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. എന്റെ 2000 രൂപ എനിക്ക് വേണ്ട. പിച്ചക്കാശിന് വേണ്ടി അഭിമാനം വിൽക്കാനൊന്നും ഈ സച്ചിദാനന്ദന് കിട്ടില്ല. നീ ഇത്ര എച്ചിയാണ് ഇപ്പോഴാണ് മനസ്സിലായത്. അച്ഛന്റെ ഡ്രസ് വെച്ചേ ഞാൻ അപ്പോഴേ പറഞ്ഞ കള്ളനെ പിടിച്ച് കൂടെ നിർത്തരുത്. ഈ പോസ്റ്ററിൽ ഏറ്റവും താഴെ ഏറ്റവും ചെറിയ സൈസ് ഫോട്ടോ കണ്ടിട്ടിരിക്കണം അല്ലേ? അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. 2000 രൂപ. അതിപ്പോ ആരെങ്കിലും സ്നേഹത്തോട് തന്ന വേണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ? പെരേര കയറി 45 മിനിറ്റോടെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു. എന്റെ സമയത്തിന്റെ വില നിനക്കറിയില്ല. മിനിറ്റിന് ലക്ഷങ്ങളാ. നീ തൊപ്പിയല്ലേ, ഒരു തൊപ്പിയാണ്. ഇനി കുടുംബത്തിൽ നീ കാലൂത്തി പോകരുത്.